നമസ്കാരം, എല്ലാവർക്കും ശ്രുതീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ നാളുകളായിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം മാറ്റിയെടുത്തത്, അതുപോലെ തന്നെ ബോഡി എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നതെന്ന്. എനിക്ക് ഒരു 2 വർഷം മുൻപാണ് ആസ്മ ഉണ്ടായിരുന്നത്. അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതുപോലെ തന്നെ ഫൈബ്രോയിഡ് യൂട്രസും ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഇവിടെ ഇട്ട് കാണിച്ചു തരാം. ആ സമയത്ത് എനിക്ക് ഒരുപാട് ആക്നേസ്, നിറയെ പിമ്പിൾസും പഴുപ്പ് വന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. എനിക്ക് വളരെ വൃത്തികേടായിരുന്നു ആ സമയത്ത് 2 കവിളിൻ്റെ ഭാഗത്തുമൊക്കെ. ഫൈബ്രോയിഡ് യൂട്രസും ആസ്മയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആസ്മയ്ക്ക് വേണ്ടി ഇൻഹേലറൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ അങ്ങനെ ഒരു ശ്വാസമുട്ട് വരുന്നു. കൊറോണയുടെ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ശ്വാസമുട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ആദ്യം ഹിറ്റ് ചെയ്തത്. ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ പണിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ നല്ലപോലെ പൊടി ഉള്ളതുകൊണ്ട് തന്നെ ആസ്മ പെട്ടെന്ന് എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് മുഴുവനായിട്ടും ഞാൻ ക്യൂർ ചെയ്തതെന്നുള്ളതാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. ചാനലിൻ്റെ ഗ്രോത്ത്, അതുപോലെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഒക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ എന്ന നിലയിൽ ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് കടന്നു പോകുന്നത്. ആസ്മ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത് തന്നെ യൂട്രസിൻ്റെ ഉള്ളിൽ നമുക്ക് ടോക്സിൻസ് കെട്ടിക്കിടന്നിട്ടാണ് ഫൈബ്രോയിഡ്സ് വരുന്നത്. അത് PCOD ആയാലും PCOS ആയാലും സിസ്റ്റ് വരുന്നതും എല്ലാം അതിൻ്റെ ഭാഗമാണ്. സത്യത്തിൽ നമുക്ക് ഇപ്പം നിങ്ങൾക്കറിയാം, ഞാനൊരു ഹെൽത്ത് എഡ്യൂക്കേറ്ററാണ്, ഒരു സൈക്കോ സോഷ്യൽ കൗൺസിലറാണ്. ഇപ്പോഴാണ് ഈ എൻ്റർപ്രണർ എന്ന് പറയുന്ന ഒരു കിരീടമൊക്കെ തലയെടുത്ത് വെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഞാൻ ആഗ്രഹിക്കാത്തൊരു ഫീൽഡാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഞാൻ പഠിച്ചതൊക്കെ മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്കാണ് എൻ്റെ സബ്ജക്റ്റ് ആയിരുന്നത്. അപ്പം എനിക്കിഷ്ടവും ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനുമായിരുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് വരുമ്പോൾ, അതായത് എന്തുകൊണ്ടൊരു അസുഖം വരുന്നു, എന്തുകൊണ്ട് ഉറക്കക്കുറവ് വരുന്നു, എന്തുകൊണ്ട് ആസ്മ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് PCOD ഉണ്ടാകുന്നു എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നിട്ട് പോലും എനിക്ക് ആ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ ക്യൂർ ചെയ്തതിന് ഒരുപാട് സമയമെടുത്തു. കാരണം എൻ്റെ സാഹചര്യങ്ങൾ അത്രയും മോശാവസ്ഥയിലൂടെയാണ് ആ സമയത്ത് കടന്നുപോയത്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നു, ഗ്രോത്ത് ഉണ്ടാകുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ മെൻ്റലിയും ഫിസിക്കലിയും ഞാൻ ആ സമയത്ത് അനുഭവിച്ചിരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരുന്നു. ഫാമിലിയിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. എനിക്ക് കൊറോണയുടെ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ സ്റ്റാഫിനെ ഒന്നും എനിക്ക് കിട്ടാൻ പോലും ഇല്ല. നമുക്ക് എക്യുപ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് നമുക്ക് വേണ്ടത്. വെറുതെ ആരെങ്കിലുമൊക്കെ നമ്മൾ പണിക്കെടുത്തിട്ട് നമ്മുടെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ബിസിനസ് അല്ല ഓയിൽ മേക്കിംഗ് എന്ന് പറയുന്നത്. അത്രയും ചൂടും ബുദ്ധിമുട്ടും ഇത് ഉണ്ടാക്കാൻ ഒരു മനസ്സും അതിനോട് താല്പര്യം ഇല്ലാത്തവർക്കൊന്നും ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാഫിനെ കിട്ടാമെന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. വാട്സപ്പ് നോക്കിയിരുന്നത് ഫുൾ ഒരു യൂട്യൂബറും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യുക പബ്ലിക്കിൻ്റെ മുന്നിലേക്ക്, അവരോട് വിളിച്ചോളാൻ പറയുക, അവർക്ക് എന്ത് വേണമെങ്കിലും സംശയം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, വാട്സപ്പിൽ കൂടെ ബുക്ക് ചെയ്യിക്കുക, എഴുതിയെടുക്കുക, നമ്മൾ തന്നെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക. അത്രയും സ്ട്രെയിൻ മെൻ്റലി ഫിസിക്കലി വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ അമ്മ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞു പിന്നാലെ നടന്ന് പോയി ഇങ്ങനെ ചെയ്യല്ലേ നമുക്ക് സ്റ്റാഫിനെ വെക്കണം, ഇന്ന് മോളൊറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലാന്ന് പറയുമ്പോഴും കുറേയൊക്കെ ഒരു അഹങ്കാരവും, അതായത് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലും, പിന്നെ കുറച്ച് പെർഫെക്ഷനിസത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് ചില സ്റ്റാഫുകൾ വന്ന് പോയവരൊക്കെ നമുക്ക് നല്ലപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത്. ഇതൊക്കെ കാരണം കൊണ്ട് എൻ്റെ ഫുഡ് പാറ്റേൺ തെറ്റി, എൻ്റെ ഉറക്കം സ്ലീപ്പിംഗ് പാറ്റേൺ തെറ്റി. ഞാൻ ഒരു വാദോരാതെ വർഷങ്ങളോളം യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോഴും നമുക്ക് ആ ഒരു അവസ്ഥ നെഗറ്റീവായിട്ട് നേരെ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. കാരണം പുറത്തു പോലും നമുക്കിത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? അതായത് ആസ്മ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഡോക്ടേഴ്സിനെ കണ്ട് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സത്യത്തിൽ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ആ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. ആ സമയത്ത് ഞാൻ ഇരുന്നിരുന്നു ഭയങ്കര ചബ്ബിയായിട്ട്. അത് കണ്ടാലും മനസ്സിലാവുമെന്ന് അറിയില്ല നിങ്ങൾ, ഞാൻ പെട്ടെന്ന് ഒരു വണ്ണമൊക്കെ വല്ലാതൊരു ചീർത്ത ഒരു അവസ്ഥയൊക്കെയായിരുന്നു. കാരണം സ്റ്റിറോയിഡുള്ള മരുന്നാണ് തന്നുകൊണ്ടിരുന്നത്, അതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കഴിക്കുന്ന ഭക്ഷണം എനിക്ക് 3 നേരവും വീട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം തന്നെയാണ് അന്ന് ഇന്നും ഒക്കെ ഇഷ്ടം. പക്ഷേ ഞാൻ ഹോട്ടൽ ഫുഡ് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം എൻ്റെ വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് വരാമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോവില്ലേ? അത്രയും സ്ട്രെസ് വന്നപ്പോൾ ഭക്ഷണം എനിക്ക് വീട്ടിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു.
ഞാൻ പുറത്തുനിന്ന് ഫുഡ് പോയി കഴിക്കാൻ തുടങ്ങി. അതും മര്യാദയ്ക്കുള്ള ഭക്ഷണമൊന്നുമല്ല. കാരണം ഈ ഓയിലിലും ഈ പാം ഓയിലിലൊക്കെ ഉണ്ടാക്കി തരുന്ന, റിഫൈൻഡ് ഓയിൽസിലൊക്കെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ഓവറിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ബോഡി ഇൻഫ്ലമേറ്റഡ് ആവും. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് എന്ന് പറയുന്നത്. അവിടെ വേദന, ഇവിടെ എല്ലായിടത്തും പെയിനാണ്, ഒക്കെ നീർക്കെട്ട്, ഇൻഫ്ലമേഷനാണ്. ഇതൊക്കെ എൻ്റെ ബോഡി എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്കറിയാം എനിക്ക് പ്രശ്നം വരുന്നുണ്ട്. എൻ്റെ ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ ഈ വിരലിൽ, നടുവിരലിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 1.5 വർഷത്തോളം ഞാൻ ആ ഇൻഫെക്ഷൻ കാരണം ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ബോഡി അത് പുറത്തേക്ക് എങ്ങനെയെങ്കിലും സിംറ്റമായിട്ട് കാണിക്കും. എനിക്കത് പല രീതിയിലാണ് കാണിച്ചത്. എൻ്റെ ഈ ഒരു സൈഡും ഈ ഫോർഹെഡ്, ഈ ചിന്നിൻ്റെ ഏരിയയിൽ ഫുൾ പിമ്പിൾസ് ആയിരുന്നു വീഡിയോയിൽ. പക്ഷെ അത് ഇവർ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ടൊക്കെ എടുത്ത് കാണുന്നതുകൊണ്ട് അത്രയും വിസിബിൾ ആവില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മേ ബി ക്ലിപ്പായിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അത്രയും വേസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു. പക്ഷെ അപ്പോഴും എനിക്കറിയായിരുന്നു എൻ്റെ ഉള്ളിലാണ് എനിക്ക് പ്രോബ്ലം വരുന്നതെന്ന്. പക്ഷേ എനിക്ക് നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റിയിരുന്നില്ല, എനിക്കൊരു റൊട്ടീൻ ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല, നേരത്തെ എണീക്കാൻ പറ്റിയിരുന്നില്ല, രാത്രി നേരം വൈകിയാണ് കിടന്നിരുന്നത്. അപ്പോൾ അതിന് ശേഷം വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴാണ് ഈ ആസ്മ വന്നപ്പോൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുകയും ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യും, എൻ്റെ സ്കിന്നാകെ വേസ്റ്റ് ആവുകയും ഞാൻ ആകെ ഒരു എന്താ പറയുക സ്ട്രെസ് ലെവലിലേക്ക് പോവുകയൊക്കെ ചെയ്തപ്പോഴാണ് ഞാനിനി വിചാരിച്ചു ഇനി ഇത് പറ്റില്ല, ഇതിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും കുട്ടികൾക്ക് അമ്മ ഉണ്ടാവില്ല, സ്ത്രീക്ക് ഭാര്യ ഉണ്ടാവില്ല, സത്യം പറഞ്ഞാൽ ഒക്കെ പോകും എന്ന് മനസ്സിലായി. സോ ഞാനവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടു. കുറേ നാൾ ഷൂട്ടൊന്നും ഇല്ലാണ്ട്, വീഡിയോസൊന്നും ചെയ്യാണ്ട് ഞാൻ കുറേ ഗ്യാപ്പ് എടുത്തു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അത് ഇടുക എന്ന് പറയുന്നത് തന്നെ കുറേ എഫേർട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള മാനസികാവസ്ഥ പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനൊരു ലൈഫ് സ്റ്റൈൽ റൊട്ടീൻ ഉണ്ടാക്കിയത്. ആ റൊട്ടീൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു 21 ഡേയ്സ് കൊണ്ട് നമ്മളെ ഫുൾ ക്യൂർ ചെയ്യുന്ന, അതായത് നമ്മളുടെ സ്കിന്നിനെ ആയാലും നമ്മുടെ ബോഡീനെ ആയാലും നമ്മുടെ മൈൻഡിനെ ആയാലും എല്ലാ ടോക്സിൻസിനെയും എലിമിനേറ്റ് ചെയ്യുന്ന ഒരു റൊട്ടീനാണ് ഉണ്ടാക്കിയെടുത്തത്. തീർച്ചയായിട്ടും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ആസ്മ അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഒരുപക്ഷെ യൂസ്ഫുൾ ആവും. ഒത്തിരി പേര് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ ക്രോണിക് ഡിസീസ് മാറിയെന്നുള്ളത്. ഇപ്പം എനിക്ക് ഫൈബ്രോയിഡ് യൂട്രസ് പോലും ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ, ഇൻഫ്ലമേഷനോ ഒന്നും തന്നെ ഇല്ല. മെയിനായിട്ട് ചെയ്തത് രാവിലെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ക്ലിപ്പിങ്സും ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ABC ജ്യൂസ്, അതായത് ബീറ്റ്റൂട്ടും ക്യാരറ്റും ആപ്പിളും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ജ്യൂസ് ഒരു 14 ഡേയ്സ് അടുപ്പിച്ച് കുടിച്ചു. അടുപ്പിച്ച് വെച്ചാൽ മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിലാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും ഉണ്ടാക്കാൻ, പക്ഷെ എന്നാലും മടിയില്ലാണ്ട് ഒരു 14 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആക്നേസൊക്കെ ക്യൂർ ആവാൻ തുടങ്ങി. എൻ്റെ ടോക്സിൻസൊക്കെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ആവുന്നത് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ കിച്ചണിലെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ മെഡിറ്റേഷൻ, ഞാൻ ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ അറിയാം ഞാൻ യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ ബിസിനസ്സിൻ്റെ റഷ് കയറി വന്നപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാതെ, പക്ഷെ ഞാൻ വീണ്ടും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു 7 ചക്രാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. കുറച്ച് സമയം, ഒരു 25 മിനിറ്റ് ഞാൻ യോഗയ്ക്ക് വേണ്ടി മാറ്റി വെച്ചു. അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരുന്നത്. ഇതിനിടയിൽ ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു, മെഡിസിൻസ് എടുത്തു. പക്ഷേ അത് ഇൻക്ലൂഡിങ് ആയുർവേദ ആൻഡ് അലോപ്പതിയും ഹോമിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ആയുർവേദത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തപ്പോൾ അവർ കൃത്യമായിട്ടൊരു ഡയറ്റ് പറഞ്ഞു തന്നു. ഇത് ഇൻഫ്ലമേഷനാണ്, ബോഡിയിൽ പിത്തത്തിൻ്റെ ദോഷം നല്ലപോലെ അധികരിച്ചിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണെന്ന് മനസ്സിലായി. അപ്പം എനിക്കത് ഉറപ്പ് തന്നെയായിരുന്നു തന്നെ. പക്ഷേ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഫുഡിന്. അപ്പോൾ കുറച്ചൊക്കെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ അവരുടെ മെഡിസിൻസും എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അതിനുശേഷം പക്ക മോർണിംഗ് റൊട്ടീൻ കറക്റ്റാക്കി ഞാൻ നേരത്തെ എണീക്കുന്ന ശീലം, അതായത് മോർണിംഗ് ഒരു 5:30 ആകുമ്പോൾ എണീക്കുന്ന ശീലം കറക്റ്റായിട്ട് വെച്ചു. അത് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയം 11-11:30 സമയമൊക്കെ ആയിരുന്നു. നമ്മളുടെ പീക്ക് ടൈം, അതായത് ഉറങ്ങുന്നതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത്, ഗോൾഡൻ അവർ ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് 11 മണി തുടങ്ങി 1 മണി വരെയുള്ള ടൈമാണ്. ഈ ടൈമിൽ നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ പുതിയ സെൽസ് റീജനറേറ്റ് ചെയ്ത് വരില്ല. മാത്രമല്ല പുതിയ സെൽസ് വന്നില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എണീക്കാനുള്ള എനർജിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്ലീപ്പിംഗ് പാറ്റേൺ തെറ്റുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അത് പിന്നെ മറ്റ് പ്രശ്നങ്ങൾക്കും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഉറക്കത്തിൻ്റെ സൈക്കിൾ ഞാൻ കറക്റ്റായിട്ട് എന്തൊക്കെ വന്നാലും 10 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ 9:30 ആകുമ്പോഴത്തേനും ഗാഡ്ജറ്റ്സൊക്കെ മാറ്റി വയ്ക്കും, മൊബൈൽ ഫോണും സ്ക്രീനും ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിർബന്ധപൂർവ്വം 10 മണിയാകുമ്പോഴത്തേനും എന്തെങ്കിലും ബുക്സ് വായിക്കുകയോ നടക്കുകയോ ഫാമിലിയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യും. 10 മണിക്ക് കിടക്കും. കറക്റ്റ് ഒരു 5:30 ആകുമ്പോൾ മോർണിംഗ് എണീക്കും. അത് കുറേ നാൾ അലാം വെച്ച് എണീറ്റു. പിന്നെ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഒരു ബയോളജിക്കൽ ക്ലോക്ക് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി എണീക്കാൻ പറ്റും.
പിന്നെ രാത്രി 8 മണിക്ക് മുന്നേ ഡിന്നർ കഴിക്കുക. ഞാൻ ഫുഡ് കഴിച്ചിരുന്നത് 10-11 മണി നേരത്തൊക്കെയാണ്. നമ്മൾ ഈ തട്ടുകട സംസ്കാരം എന്നൊക്കെ പറയില്ലേ, അത്രയും വേസ്റ്റ് ടൈമായിരുന്നു എൻ്റെ ഈ 2 വർഷം മുന്നെന്ന് പറയുന്നത്. തോന്നിയ നേരത്ത് ഭക്ഷണം, അത് ഫുഡ് കൂടെ ഉണ്ടെങ്കിലും ഞാൻ കഴിക്കുന്ന സമയമാണ്. അപ്പോൾ എന്താ, വയറ്റിൽ ഗ്യാസ് ഉണ്ടാവും. ഈ ഗ്യാസ് ഫെർമെൻറ്റ് ചെയ്ത് ഈ ഭക്ഷണം കഴിക്കുന്നതിന് കൂടെ ഈ ഫെർമെൻറ്റേഷൻ വന്ന് അത് മുകളിലേക്ക് എടുക്കുമ്പോൾ മൈഗ്രെയിൻ വരും. പലർക്കും ഈ മൈഗ്രെയിൻ വരുന്നത് എന്താണെന്ന് പോലും അറിയില്ല. ഗ്യാസ് ഫോർമേഷൻ കൂടുതൽ വരുമ്പോൾ ബോഡിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കുമ്പോഴാണ് മൈഗ്രെയിൻ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്ത ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ വെയിൽ ഒരുപാട് കൊള്ളുക, അല്ലെങ്കിൽ ഗ്യാസ് എന്താ പറയുക ഫുഡ് നേരത്തെ കഴിക്കാതിരിക്കുന്ന ആൾക്കൊക്കെ പെട്ടെന്ന് മൈഗ്രെയിൻ ഹിറ്റ് ചെയ്യും. പിന്നെ വൈകുന്നേരം വരെ ഉണ്ടാവും. കുറേ തവണ വൊമിറ്റ് ചെയ്ത് എന്ത് ഫുഡ് കഴിച്ചാലും വൊമിറ്റ് ചെയ്യും. കാരണം ഗ്യാസ് അവിടെ കൂടി കിടക്കുകയാണ്. അത് മുഴുവൻ പോയി വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ബോഡി റിലാക്സ്ഡ് ആവുള്ളൂ. പിന്നെ നമുക്കൊരു വിശപ്പായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്നെ ഹിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ആക്കി. രാത്രി 8 മണിക്ക് മുന്നേ ഞാൻ ഭക്ഷണം കഴിച്ചു. കൃത്യമായിട്ട് 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങാൻ തുടങ്ങി. രാവിലെ ഒരു 5:30 ആകുമ്പോൾ എണീക്കും. രാവിലെ ABC ജ്യൂസ് കുടിക്കും. ആഷ്കോഡ് ജ്യൂസ് കഴിച്ചപ്പോഴാണ് ശരിക്കും വയറ് കംപ്ലീറ്റ് ആയിട്ട് പോയത്. നല്ലപോലെ ഉൾവയറുണ്ടായിരുന്നു. മോളുടെ സിസേറിയൻ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉൾവയറ് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലെങ്കിലും നമ്മൾ സ്കേർട്ടൊക്കെ, നമ്മൾ ഇപ്പോഴും സാരി അല്ലേ ഉടുക്കുന്നത്, സ്കേർട്ടും പാൻറ്റും ഒക്കെ നമ്മൾ ഇറുക്കി കെട്ടുമ്പോൾ നമുക്ക് അത്ര വയറൊന്നും തോന്നില്ല. പക്ഷേ ഈ വയറെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ഈ എന്താ പറയുക അബ്ഡോമിനൽ ഏരിയയിൽ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ വയറ് ചാടുക എന്ന് പറയുന്നത്. അപ്പോൾ അത് വേസ്റ്റാണ്, വർഷങ്ങളായിട്ടുണ്ടാകുന്ന വേസ്റ്റാണ്. ഇതൊക്കെ പോയത് മോർണിംഗിൽ ചെയ്തിട്ടുള്ള ആ ഒരു ജ്യൂസിൻ്റെ ഒരു ഇതും, അത് 21 ദിവസം അടുപ്പിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കി. പിന്നെ വെയിറ്റ് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ ലോസ് ഉണ്ടാവും, ഫാറ്റ് ലോസ് ഉണ്ടാവും. നമുക്ക് ആകെ ബുദ്ധിമുട്ട് വരും, ക്ഷീണം വരും. അതില്ലാതിരിക്കാൻ ഹെൽപ്പ് ചെയ്ത് തീർച്ചയായിട്ടും ബയോട്ടിൻ പൗഡറാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ബയോട്ടിൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതും. കാരണം അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളെയും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബയോട്ടിനിലുള്ളത് നല്ല കൊളാജനാണ്. സ്കിൻ നല്ല ഗ്ലോ വരും അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അത് കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. കാരണം നല്ല എന്താ പറയുക ആൻറ്റി ഓക്സിഡൻസും കൊളാജനും പ്രോട്ടീനും ഒക്കെ നമുക്ക് പ്ലാന്റ് ബേസ്ഡ് ആണ് നമ്മൾ കൊടുക്കുന്ന ബയോട്ടിൻ. അത് കഴിക്കുമ്പോൾ നന്നായിട്ടിരിക്കും നമ്മുടെ ബോഡി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത്. ഫുഡിൻ്റെ കാര്യത്തിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലും പിന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്തത്. അപ്പോൾ ആസ്മയും തനിയെ മാറി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചപ്പോൾ എനിക്ക് ആസ്മ വരുന്നത് നിന്നു. പിന്നെ വീടൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ആയിരിക്കുക. വേറെ പൊടിയോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാനിപ്പോൾ എൻ്റെ വർക്കും വളരെ നീറ്റായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള അപാകതകൾ കൊണ്ടാണ് എനിക്ക് ഇത്രയും അസുഖങ്ങൾ വന്നത്. ഈ ടോക്സിൻസിനെ മുഴുവൻ ഞാൻ എലിമിനേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ബോഡി ശരിക്കും എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. കുറച്ചും കൂടെ എനർജി, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 36 വയസ്സായി. അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഒട്ടും ഏജിങ്ങിലേക്ക് പോയി ഇത്രയും പണികൾ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നതാണ്. വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓടി തളരും കുറേ കഴിയും. പക്ഷേ നമുക്ക് ത്രൂ ഔട്ട് എനർജി കിട്ടാൻ നമ്മുടെ റൊട്ടീൻ ലൈഫ് ഡിസിപ്ലിൻ ആയിരിക്കണം. അത് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ഹെൽത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, പക്ഷേ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. എങ്ങനെയാണ് എൻ്റെ ഒരു ബോഡി ട്രാൻസ്ഫോം ചെയ്തത്, ഹെൽത്ത് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്തത് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു പറയൂ. Thank you.